രാവിലെ മീനറുത്തോണ്ടിരുന്ന എന്നെ വിളിച്ച് ദേ ഈ കുരുപ്പ് പറയണം നമുക്ക് വെട്ടുകാട് പള്ളി വരെ പോകാമെന്ന്. പിന്നെ ഒന്നും ആലോചിക്കാതെ യെസ് പറഞ്ഞുകൊണ്ടേന് ഞങ്ങളെല്ലാം കൂടി ചാടിപ്പറക്കി അങ്ങോട്ടേക്ക് പോകാം. ഈ കുരുപ്പ് വേറെ ആരുമല്ല, എൻ്റെ സഹോദരി തന്നെയാണ്, അതായത് കുഞ്ഞമ്മയുടെ മോളാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടി ദേ വെട്ടുകാട് പള്ളിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമാണ് പോയത്. മഴയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി കടലിലേക്ക് പോകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നേരെ കടലിലേക്ക് പോയി. കടലിൽ ചെന്നപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് തിര ഇനി മുകളിൽ വരെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേടിച്ചിട്ട് ഞങ്ങൾ ആദ്യം താഴോട്ടൊന്നും ഇറങ്ങിയില്ല. പിന്നീട് ഇപ്പം ആദ്യക്ക് താഴെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങ് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ അല്ലൂസിന് താഴെ ഇറങ്ങാനായിട്ട്, അതായത് കടലിൽ ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയാണ്. ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ആ ചെരുപ്പൊക്കെ ഊരിയിട്ട് താഴേക്ക് ഇറക്കിയെങ്കിലും ഭയങ്കര കരച്ചിലോടുകൂടിയാണ് ആൾ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ കടലിലേക്ക് ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഒന്ന് തിരയൊക്കെ ഒന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കയറിയ സമയത്ത് എല്ലാവരും പറഞ്ഞത് നമുക്ക് ലുലു മാളിലും കൂടെ ഒന്ന് പോയിട്ട് പോവാം എന്നായിരുന്നു. പക്ഷെ മഴ വരുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു ഇത് കുറഞ്ഞു, അതിൻ്റെ ഉത്സാഹം കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കടലിലൊക്കെ ഇറങ്ങിയത് കൊണ്ട് തന്നെ കാലിലൊക്കെ ഫുള്ള് മണ്ണും വെള്ളമൊക്കെ ആയിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് ലുലു മാളിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു ഉദ്ദേശം നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ ഇറങ്ങിയപ്പോഴേക്കും പേര് മഴയായിരുന്നു. പിന്നെ അവിടെ പള്ളിയിൽ കയറി നിന്ന് മഴയൊക്കെ തോന്നിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ലുലു മാളിൽ വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.